അപ്പൊ നമുക്കെന്നാ ഒന്ന് കോഴിക്കോട്ടേക്ക് പോയാലോ? കോഴിക്കോട് പോയിട്ടുണ്ടോ? കോഴിക്കോട് അലുവ. കോഴിക്കോട് അലുവ. സാനിയ മനോമി, ഗുഡ് ഈവനിങ്. എനിക്കൊപ്പം മാവേലി ഉണ്ട് കേട്ടോ. ഈ ഉത്രാടത്തിന് എന്റെ കോ ആങ്കർ മാവേലിയാണ്. ഇപ്പം വയനാട്ടിൽ നിന്നുള്ള ഒരു ഗംഭീര നൃത്തമൊക്കെ കണ്ടിങ്ങനെ മാവേലി ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. കോഴിക്കോട് എന്ന് പറഞ്ഞ ഉടനെ മാവേലി പറയാണ് അലുവ. അതാ അലുവ പോലത്തെ ഞങ്ങളുടെ റിപ്പോർട്ടാണ് നിൽക്കുന്നത്. സാനിയോ, മാവേലിയോട് ചോദിക്കാനുള്ള ഒരു കാര്യം, മാവേലി എന്തെങ്കിലും കാണുമ്പോൾ ചോദിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യം ചോദിക്കാം ആദ്യം. ഗുഡ് ഈവനിങ് സുജയ. ഏതായാലും എനിക്ക് പ്രത്യേകിച്ച് മാവേലിയെ കാണുമോ എന്ന് അറിയാത്തത് കൊണ്ട് പ്രത്യേകിച്ച് ചോദിക്കാനൊന്നുമില്ല. പക്ഷെ ഞാൻ ഒരു ഹലുവ കൊണ്ടുതന്നാൽ, അല്ലെങ്കിൽ ഹലുവ ഇവിടുന്ന് പാർസൽ തന്നാൽ ഏത് അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടതെന്ന് മാവേലി എന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. പാതാളത്തിലെ അഡ്രസ്? പാതാളത്തില് മഹാബലി പാതാളം. പിന്നെ സെലക്ട് ചെയ്യുമ്പോൾ ഗോതമ്പ് ഹൽവ ഒരു പ്രാവശ്യം നമ്മള് കഴിച്ചിരുന്നു. അത് തന്നെ ആയാൽ കൊള്ളാം. ഏത് കറുത്തതാണോ? ഗോതമ്പ് ഹൽവ ഏകദേശം ഒരു ചോക്ലേറ്റ് കളർ പോലത്തെ. അപ്പൊ ഗോതമ്പ് ഹൽവയാണ്, ചോക്ലേറ്റ് കളർ. അത് കോഴിക്കോട് ശങ്കരൻ ബേക്കറിയിൽ നിന്ന് മതിയോ? അതെ, ആ കയറുന്നതില് എനിക്ക് തോന്നുന്നു ആദ്യത്തിൽ ലെഫ്റ്റ് കാണുന്ന കടയാന്ന് തോന്നുന്നു. ഓർമ്മയാണ്. കണ്ടോ, കട വരെ അറിയാം മാവേലിക്ക്. സാനിയോ പെട്ടു. സാനിയോ വെറുതെ ഒന്ന് ചോദിച്ചതായിരുന്നു. അപ്പോ മഹാബലി പാതാളം എന്ന അഡ്രസ്സിൽ ഗോതമ്പ് ഹൽവ സാനിയോ അയച്ചു കൊടുക്കണം. അവിടെ നിന്ന് തന്നെ ഉറപ്പായിട്ടും അയച്ചു തരും. വേണമെങ്കിൽ സുജയ ചേച്ചിക്ക് ഫ്ലോറിലേക്കും അയച്ചു തരാവുന്നതാണ്. ഉറപ്പായിട്ടും. അപ്പൊ ഞാൻ കുറച്ചൊക്കെ ഹൽവ കഴിക്കും. ഞാൻ കുറച്ച് മധുരമൊക്കെ ഒന്ന് കുറച്ച് പിടിക്കുകയാണ്. പ്രായമൊക്കെ ആയി വരികയല്ലേ. അപ്പൊ ഞാൻ നമ്മുടെ ആതിര ജൈനനും കീർത്തന കേശവനും ആ ഹൽവ ബാക്കി മുഴുവൻ കൊടുക്കും. ഞാനൊരു കുറച്ച് പീസും കഴിക്കാം. അപ്പൊ എന്തായാലും അയച്ചോളൂ. മാവേലിക്ക് ഗോതമ്പ് ഹൽവ, എനിക്ക് തോന്നുന്നു കീർത്തനയ്ക്ക് ഇഷ്ടം ക്യാരറ്റ് ഹൽവയാണ്. അപ്പൊ ക്യാരറ്റ് ഹൽവ മതി. അപ്പൊ ഇനി കോഴിക്കോട്ടെ വിശേഷങ്ങൾ പറയൂ. എന്തായി ഉത്രാടം? ഉത്രാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടി നടന്ന് സാധനങ്ങൾ വാങ്ങേണ്ട സമയമാണ്. സാനിയോ നിൽക്കുന്നത് ഏതോ ഒരു സൂപ്പർ മാർക്കറ്റിലോ കടയിലോ മറ്റോ ആണെന്ന് തോന്നുന്നു, അല്ലേ മാവേലി? കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. എങ്ങനെയുണ്ട് സാധനങ്ങളുടെയൊക്കെ വില? വാങ്ങാനൊക്കെ ധാരാളം ആളുകൾ വരുന്നുണ്ടോ? ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ടൊരു കാര്യമേ, അതായത് ഞാൻ നഗരത്തിലെ തന്നെ പ്രശസ്തമായ ഒരു മാളിലാണുള്ളത്. പക്ഷെ ഇവിടെ അങ്ങോട്ട് ഉത്രാടപ്പാച്ചിൽ അത്ര അങ്ങോട്ട് ആവേശത്തിലേക്ക് എത്തിയില്ലേ എന്നൊരു സംശയം. എനിക്ക് തോന്നുന്നത് ആളുകൾ വൈകിട്ടേ വരുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ കുറച്ചുകൂടിയൊക്കെ സമയം കഴിഞ്ഞാൽ ആളുകൾ വരും. ഇവിടെയൊക്കെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. നമുക്ക് അവരൊക്കെ പച്ചക്കറിയൊക്കെ വാങ്ങുവാണ്. അവരോടൊക്കെ ചോദിക്കാം, ഓണമുണ്ടോ ചേച്ചി? ഓണത്തിന് വേണ്ടി പച്ചക്കറി വാങ്ങിച്ചോ? തന്നെയാണോ? ഹായ്, എന്തായി ഓണാഘോഷം? പൂവിട്ടിരുന്നോ? നാളെ ഇടുവോ പൂവ്? എവിടുന്ന വാങ്ങി? നിങ്ങൾ കൊയിലാണ്ടിന്ന് വരെയാണോ? പുതിയ ഡ്രസ്സൊക്കെ എടുത്തോ? അപ്പൊ ഇവരൊക്കെ പുതിയ ഡ്രസ്സൊക്കെ എടുത്തു. നമുക്ക് ഈ മാളിന്റെ ഒരു മാനേജർ നമുക്കൊപ്പം ഉണ്ട്. നല്ല തിരക്കാണോ ഇവിടെ? നല്ല തിരക്കാണ്. ഉത്രാടപ്പാച്ചിലിന്റെ കസ്റ്റമേഴ്സ് ഉണ്ട് നന്നായിട്ട്. ലുലു അതുപോലെ തന്നെ നല്ല ഓഫേഴ്സാണ് കസ്റ്റമേഴ്സിനായിട്ട് ഒരുക്കിയിട്ടുള്ളത്. നമുക്കതുപോലെ തന്നെ ഒരു 12 വെറൈറ്റീസിന്റെ പായസം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പായസം ഇവിടെ ഒരു പായസം മേളയുണ്ട്. നമുക്ക് പായസം മേള കാണണം. അതിലേക്ക് നമുക്കൊന്ന് പോകാം. പക്ഷെ അതിന് മുൻപ് ആരെങ്കിലും ഒക്കെ നല്ല ഓണം അറ്റേറിട്ട ഒരാൾ ഇന്ന് ഓണപരിപാടിയായിരുന്നു? ഇട്ടതാണ്. അതെ, അടിപൊളിയായി. താങ്ക് യു. ഓണാഘോഷം ഇപ്പൊ ഇന്നാണോ നാളെയാണോ? അല്ല, ഇനി 10 ദിവസം വെക്കേഷനായി ഓണം. എല്ലാ ദിവസവും ഓണാണ്. അത് ശരിയാണ്. 10 ദിവസം വെക്കേഷനാണ്. 10 ദിവസം ഓണാണ്. 10 ദിവസം ഓണം തന്നെ. എങ്ങനെയുണ്ട്? ഓണപ്പൂക്കളൊക്കെ ഇടാറുണ്ടോ? സ്കൂളിലൊക്കെ ഓണാഘോഷമൊക്കെ കഴിഞ്ഞോ? ഹായ്, ഇവിടെ ഒരു ചെറിയ ആളുണ്ട്. മോന്റെ പേരെന്താ? ഹാദി. ഓണാഘോഷമൊക്കെ കഴിഞ്ഞോ സ്കൂളില്? അടിച്ചു പൊളിച്ചോ? മുണ്ടൊക്കെ എടുത്താണോ? മുണ്ടൊക്കെ എടുത്താ പോയത്. എന്നാൽ നല്ല അടിപൊളിയായി. നിങ്ങൾക്കൊക്കെ ഓണാഘോഷം 10 ദിവസമാണ്? അതെ 10 ദിവസമാണ്. കുട്ടികൾക്ക് സ്കൂള് പൂട്ടിയോണ്ടെങ്കിൽ കോഴിക്കോട് വന്നാണ്. അല്ലേ സ്ഥലം എവിടെയല്ലേ? ഫ്ലാറ്റ് എടുത്തിട്ട് ഇവിടെ നിൽക്കാം. കോഴിക്കോടിന്റെ വൈബ് കാണാൻ വേണ്ടി ഇവർ നിലമ്പൂരിൽ നിന്ന് വരികയാണ്. നിലമ്പൂരിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞങ്ങൾ ഇവിടെ 2 ദിവസം ഫ്ലാറ്റിൽ ഉണ്ടാവും. ഇവിടെ നിൽക്കും, റൂം എടുത്ത് നിൽക്കും. ഓണാഘോഷത്തിന് എന്തെങ്കിലും പ്രത്യേക പരിപാടികൾ? പ്രത്യേകിച്ചായിട്ട് ഈ പ്രാവശ്യം ഇല്ലല്ല ആഘോഷം കഴിഞ്ഞു. പിന്നെ ഈ ഏതെങ്കിലും ആഘോഷത്തിൽ പങ്കെടുക്കും? ഇല്ല, വീട്ടിൽ എറണാകുളമൊക്കെ ഒന്ന് ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പോയി. അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ സ്കൂളിൽ നല്ല ആഘോഷമായിരുന്നു പ്രാവശ്യം കുട്ടികൾക്കൊക്കെ. അതെ, അത്രയൊക്കെ തന്നെ. എല്ലാവർക്കും എല്ലാ സ്കൂളിലും ഓണാഘോഷം കളറാണ്. അതൊരു വലിയ കാര്യമാണ്. കാരണം എല്ലാവർക്കും ഓണാഘോഷം ആസ്വദിക്കാനും അതിലേക്ക് പങ്കെടുക്കാനും ഒക്കെ കഴിയുന്ന തരത്തിൽ വലിയ കളർഫുൾ ഓണം തന്നെയാണ്. എന്നാലും ഇവിടെ പായസം മേളയുണ്ട്. നമുക്ക് ആ പായസം മേളയിലേ എന്തായാലും പായസം കുടിക്കാൻ നല്ല നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് വരുമല്ലോ. ഓണാഘോഷമൊക്കെ ഉണ്ടോ ചേട്ടാ? എവിടെ വരെ ആയി ഓണമൊക്കെ? തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഓണം. പായസം കുടിച്ചോ? കഴിച്ചിട്ടില്ല. എവിടുന്ന് വാങ്ങി കഴിക്കാൻ അറിയില്ല. സാനിയോ, അവിടെ എന്തൊക്കെയാ പായസം ഉള്ളത്? നമ്മുടെ മാവേലിക്ക് നമുക്കൊരു പായസം കൂടി വാങ്ങിച്ചു കൊടുത്താലോ? സാനിയോ,
സാനിയോ ആ പായസം ഒക്കെ ഒന്ന് കാണിക്കാൻ പറയൂ. നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് ആ പായസത്തിന്റെ ഭാഗത്തേക്ക് നീങ്ങി നിൽക്കുകയാണ്, പായസം കാണിക്കുന്നില്ല. സാനിയോ ആ പായസം ഏതൊക്കെയാണ് ഇത്തവണ, വെറൈറ്റി ഏതെങ്കിലും ഉണ്ടോ എന്ന് കൂടി നോക്കാം. ഇവിടെ ഞാൻ നോക്കുമ്പോഴേ പഞ്ചാമൃതമുണ്ട്, ഗുൽക്കണ്ട് പായസം, അമ്പലപ്പുഴ പാൽ പായസം വരെ ഇവിടെ കിട്ടും കേട്ടോ. നെയ് പായസം ഉണ്ട്, അടപ്രഥമനുണ്ട്, പാലട പായസം, ഇളനീർ പായസം, അങ്ങനെ മാവേലിക്ക് വായിൽ വെള്ളം ഊറുന്നു ഇതൊക്കെ കേട്ടിട്ട്. ഏറ്റവും വെറൈറ്റി. സാനിയ, ഞാൻ മാവേലിയോട് ഈ പായസക്കാരി ഒന്ന് ചോദിക്കട്ടെ, അവിടെ എങ്ങനെയാ പായസം ഏതാണ്? പായസങ്ങളിൽ പ്രഥമൻ എന്ന് പറയാറുണ്ട്. ഇപ്പം ഇളനീർ പായസം ഒക്കെയാണ് പുതിയ ട്രെൻഡ്. മാത്രമല്ല ഇപ്പോ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ച് വരെ ആൾക്കാർ പായസം ഉണ്ടാക്കുകയാണ്. മാവേലിക്ക് ഇഷ്ടമുള്ള പായസം ഏതാണ്? എല്ലാത്തരം പായസവും നമ്മൾ കഴിച്ചിട്ടുണ്ട്. എന്നാലും ഇപ്പം സാനിയ നമ്മുടെ ഗോതമ്പ് ഹൽവ അയക്കുന്ന കൂട്ടത്തില് കണ്ടിട്ടില്ലേ? നേരത്തെ കണ്ടോ? അപ്പൊ അയക്കുന്ന കൂട്ടത്തില് ഇളനീർ പായസം കൂടെ ആയിക്കോട്ടെ. ശരി സാനിയോ, അപ്പോ ഗോതമ്പ് ഹൽവ അതോടൊപ്പം ഇളനീർ പായസം കൂടി വാങ്ങിച്ച് മാവേലിക്ക് മഹാബലി പാതാളം എന്ന അഡ്രസ്സിലേക്ക് അയക്കണം. സാനിയോ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? സാനിയോ മുങ്ങിയെന്ന് തോന്നുന്നു. സാനിയോ ആ പായസത്തിന് പിന്നാലെ പോയി.